ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങണ ലോഡർ ഫ്രൈസാണ് കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതാ ഞാൻ ചിക്കൻ കുറഞ്ഞപ്പോൾ അതിൻ്റെ ഇറച്ചിൻ്റെ ഭാഗം മാത്രം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നിട്ടുണ്ട്. വെള്ളം വാർന്നതിന് ശേഷം ഞാൻ അതിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ മുളക് ചതച്ചതും 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ലേശം ഉപ്പ്, നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം പാടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആയി കിട്ടണം. അതുപോലെ ചിക്കനിൽ നന്നായിട്ട് വെള്ളം തോർന്നതിന് ശേഷം മാത്രം മസാല തേച്ചാൽ മതി. അപ്പോഴാണ് ചിക്കനിൽ മസാല പിടിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഇത് ഞാൻ ഇട്ടത് ഒറിഗാനോ ഇട്ടത് എന്തായാലും മസ്റ്റായിട്ട് ഇടുക. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ മസാല തേക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ തേച്ചാൽ മതി. എനിക്ക് മറന്ന കാരണം കേട്ടോ, അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടത്. ഇനി അതോടെ മസാല തേച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്, അപ്പോൾ അത് ഒരുപാട് ഹാർഡായി പോവുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് പറഞ്ഞാൽ ഇതൊന്ന് വെള്ളം ഉറന്ന് വരും. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് പൊരിച്ചെടുക്കാം. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിട്ട് നല്ല പോലെ ഒന്ന് ഒരു ഭാഗം ചൂടായതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് വേണം. അതിനിത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതെങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയെന്നും അതെങ്ങനെ സ്റ്റോർ ചെയ്യുകയെന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതൊന്ന് പൊരിച്ചെടുക്കണില്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അത് കിട്ടും. ഇനി അതൊന്ന് ഞാൻ പൊരിച്ചെടുക്കട്ടെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസൊക്കെ മുഴുവനായിട്ടും പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലിൽ ചെയ്താലും മതി കേട്ടോ. ഓയിലിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ബട്ടർ ഉണ്ടായിരുന്നപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് വറുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അതിന് നല്ലൊരു ഫ്ലേവർ വരും ഈ ബട്ടറിൽ കടന്നിട്ട് മാവ് മൂക്കുമ്പോൾ. ആ മണം വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. പശുവും പാൽ തന്നെയാണ് ഇട്ടത്. പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഈ ഇതിലിട്ട മൈദ നന്നായിട്ട് വെന്ത് കിട്ടണം. അതുപോലെ പെട്ടെന്ന് കുറുകട്ടെ എന്ന് പറഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് കുറുക്കിയെടുക്കുക. കുറച്ചൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് കുറുകിക്കോളും. കുറുകി വരുന്ന സമയത്ത് ഇപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതിലേക്ക് 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉപ്പുള്ള ചീസായതുകൊണ്ട് ഞാനതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഉപ്പില്ലാത്ത ചീസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ സ്ലൈസ് ചീസ് പിന്നെ വേണമെന്നില്ല. മറ്റേ ചീസില്ലേ അതായാലും കുഴപ്പമില്ല. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ട് ഇളക്കി ആ ചീസൊന്ന് മെൽറ്റായി കിട്ടണം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് നന്നായിട്ടത് മെൽറ്റായി കുറുകി വന്നിട്ടുണ്ട്, തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാനിത് 2 പാത്രത്തിലേക്കായിട്ടാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ.
ഇപ്പോൾ 2 പാത്രത്തിലായിട്ട് ഞാനിത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 1 ടേബിൾ സ്പൂൺ മൈദ എടുക്കണ്ട കേട്ടോ, അതൊരു കുറച്ച് സോസ് അധികമായിരുന്നു. അതിന് ശേഷം പിന്നെ ഒരു പാത്രത്തിൽ ഒഴിച്ചതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചില്ലി സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ ചതച്ച മുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഒഴിക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. സോസ് എന്തായാലും നിർബന്ധമാണ്, ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സോസ് പിന്നെ അതിൽ ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മയനൈസ് ഇല്ല, മയനൈസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഈ സോസുകൾ ഒഴിച്ചാലും മതി കേട്ടോ. ഈ സോസ് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. മയനൈസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയാണ്, അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു സോസ് അവിടെ ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മറ്റേതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിയിൽ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ്. നല്ല നിരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാനിതാ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും എല്ലാ ഭാഗത്തും കിട്ടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് കോരുകയാണെങ്കിലും ആ ഭാഗത്തൊക്കെ അത് കിട്ടണം കേട്ടോ. എത്ര ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. അതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസുകൾ നിങ്ങൾക്ക് എത്ര വേണ്ടതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സോസുകളും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ. 2 സോസ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുണ്ടാക്കിയ ഒരുപാട് റെസിപ്പീസൊക്കെ നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു, കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ, എന്നാലും കൂടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കാണുമ്പോഴല്ലേ ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതും ഉണ്ടാക്കി നോക്കിയിട്ടോ. ഈസി ആയിട്ടും ഒരുപാട് ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഞാൻ സോസുകൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് ചിക്കൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ മേലെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അതിന് ശേഷം ഇതിൽ സോസുകൾ ഒഴിച്ച് കൊടുക്കുക. നമ്മളുണ്ടാക്കിയ റെസിപ്പിയും കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടല്ലോ എന്ന് അറിയുമ്പോഴുള്ള ഒരു സന്തോഷമല്ല, അത് പറഞ്ഞറിയിപ്പിക്കാനേ പറ്റില്ല. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫീൽഡിലൊക്കെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മളുണ്ടാക്കിയ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. എത്ര ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബായ്, ഓക്കെ, താങ്ക് യു.